നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എസ്തേറിൻ്റെ പുസ്തകം 10-ാം അധ്യായം 3-ാമത്തെ വാക്യം. എസ്തേറിൻ്റെ പുസ്തകം 10-ാം അധ്യായം 3-ാമത്തെ വാക്യം. യഹൂദനായ മൊർദെഖായി അഹശ്വേരോശ് രാജാവിൻ്റെ രണ്ടാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തൻ്റെ സർവവംശത്തിനും അനുകൂലവാദിയും ആയിരുന്നു. പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായി നല്ല സമയത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ വിശുദ്ധ മേശയിൽ സംബന്ധിപ്പാൻ തക്കമുള്ള പദവിയും അവകാശവും നീ ഞങ്ങൾക്ക് നൽകിയതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളിൽ കൺവെൻഷൻ യോഗങ്ങളിലൂടെ നീ ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, തുടർന്നും തിരുവചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ നിൻ്റെ കൃപ ഞങ്ങളോടുകൂടി ഇരിക്കണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലെ വിചാരങ്ങളും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. യേശു മിശിഹായുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. എസ്തേറിൻ്റെ പുസ്തകത്തിലെ പ്രധാന കഥാപാത്രം എസ്തർ രാജ്ഞിയാണെങ്കിലും അവളെ ആ സ്ഥാനത്ത് എത്തിക്കുന്നതിലും അതിലൂടെ ഇസ്രായേലിൻ്റെ രക്ഷ സാധ്യമാക്കുന്നതിനും പിന്നിൽ നിന്നു പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിൽ മൊർദെഖായി ശ്രദ്ധേയനാണ്. യഥാർത്ഥത്തിൽ 9 അധ്യായങ്ങൾ കൊണ്ട് എസ്തേറിൻ്റെ പുസ്തകത്തിലെ കഥ അവസാനിച്ചതാണ്. എന്നാൽ ഈ പുസ്തകം വായിച്ച് നിർത്തുന്ന ഒരാളുടെ മനസ്സിൽ മൊർദെഖായി എന്ന വ്യക്തി തിളങ്ങി നിൽക്കണമെന്ന് എഴുത്തുകാരൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി മാത്രമാണ് ഈ 10-ാമത്തെ അധ്യായം അദ്ദേഹം എഴുതി ചേർത്തത്. സാധാരണഗതിയിൽ അധികാരവും പ്രൗഢിയുമുള്ളവർ തിളങ്ങും, പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ തമസ്കരിക്കപ്പെടും. അതുകൊണ്ടാണ് എസ്തേറിനെ കുറിച്ച് ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയോടുകൂടി ഈ പുസ്തകം സമാപിപ്പിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹീത സാക്ഷ്യമാണ് നാം വായിച്ചതായ ഈ വേദഭാഗം. ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ചിത്രം എന്താണ് ചോദിച്ചാൽ, നന്മ നിറഞ്ഞ ഒരു മനുഷ്യൻ. അതായിരുന്നു മൊർദെഖായി. അവൻ ഒരു യഹൂദനായിരുന്നു എന്നു മാത്രമല്ല, പ്രവാസിയായി പാർക്കുന്ന നാട്ടിൽ 2-ാം സ്ഥാനീയനായി തീരുവാൻ കഴിഞ്ഞു. ജോസഫും ദാനിയേലുമൊക്കെ പ്രവാസഘട്ടങ്ങളിൽ ശ്രേഷ്ഠ പദവികൾ അലങ്കരിച്ചവരാണ്. എന്നാൽ 2-ാം സ്ഥാനീയനായി എന്നതല്ല അവനെ മഹാനാക്കുന്നത്. അവനു മുമ്പ് ഈ 2-ാം സ്ഥാനം അലങ്കരിച്ചിരുന്നത് ഹാമാനാണ്. ഹാമാനെക്കുറിച്ച് തിരുവചനത്തിൽ പുച്ഛത്തോടും പരിഹാസത്തോടുമാണ് പരാമർശിച്ചിട്ടുള്ളത്. ഹാമാനും അവൻ്റെ 9 മക്കളുടെയും ദാരുണമായ അന്ത്യം ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് 2-ാം സ്ഥാനീയനായി എന്നതുകൊണ്ട് മാത്രം ഒരാൾ മഹാൻ ആകുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ മഹത്വം എന്താണെന്ന് താഴത്തെ വാക്യങ്ങളിൽ പറയുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരിൽ വെച്ച് മഹാൻ. മഹാൻ എന്ന വിശേഷണം ലഭിക്കുന്നത് ചുരുക്കം ആളുകൾക്കാണ്. ഇതിൻ്റെ അടുത്ത പുസ്തകം ഇയ്യോബിൻ്റെ പുസ്തകമാണ്. അവിടെ ഇയ്യോബിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു എന്ന്. ഇയ്യോബ് ഇവിടെ മൊർദെഖായിയെക്കുറിച്ച് വീണ്ടും അവൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 9-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. മൊർദെഖായി രാജധാനിയിൽ മഹാനായിരുന്നു. മൊർദെഖായി എന്ന പുരുഷൻ മേൽക്കുമേൽ മഹാനായി തീർന്നത് കൊണ്ട് അവൻ്റെ കീർത്തി സകല സംസ്ഥാനങ്ങളിലും പരന്നു. മൊർദെഖായിയെക്കുറിച്ച് പറയുക, അവൻ രാജധാനിയിൽ മഹാനായിരുന്നു. ചില ആളുകളുണ്ട് അധികാരസ്ഥാനങ്ങളിലും അരമനകളിലുമൊക്കെ മഹാന്മാരായിരിക്കും, പക്ഷെ സ്വന്തം ഇടവകയിലും ദേശത്തും മഹാന്മാരായിരിക്കില്ല. എന്നാൽ മൊർദെഖായി രാജധാനിയിൽ മഹാനായിരുന്നു, ജനങ്ങളുടെ ഇടയിൽ മഹാനായിരുന്നു. അവൻ മേൽക്കുമേൽ മഹാനായി തീർന്നു എന്നത്രേ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ്, സഹോദര സംഘത്തിന് ഇഷ്ടൻ, accepted by the multitude of brethren. വീണ്ടും പറയുന്നു, സ്വജനത്തിൻ്റെ ഗുണകാംക്ഷി.
sought the good of his people. വീണ്ടും പറയുന്നു, സർവവംശത്തിനും അനുകൂലവാദിയായിരുന്നു. spoke up for the welfare of all the people. സഹോദരന്മാർക്ക് ഇഷ്ടപ്പെട്ടവൻ, സ്വജനത്തിൻ്റെ ഗുണകാംക്ഷി, എല്ലാവർക്കും നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നയാൾ. ഇങ്ങനെ ഒരാൾ മഹാനല്ലെങ്കിൽ പിന്നെ ആരാണ് മഹാൻ? അതാണ് അവനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുന്നത്. ഈ സ്വഭാവ വിശേഷതകളോടെ ജീവിക്കുവാൻ കഴിയുക എന്നതാണ് ജീവിതത്തിൻ്റെ ധന്യം. മൊർദെഖായിയെക്കുറിച്ച് ചുരുക്കം വാക്കുകളെ വേദപുസ്തകത്തിൽ പരാമർശിക്കുന്നുള്ളൂ എങ്കിലും അത് അദ്ദേഹത്തെ അനശ്വരനാക്കുകയാണ്. പേർഷ്യൻ രാജാവായിരുന്ന അഹശ്വരേശൻ്റെ കാലഘട്ടത്തിലാണ് ഈ പുസ്തകത്തിലെ കഥ അരങ്ങേറുന്നത്. BC 486 മുതൽ 465 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. 127 സംസ്ഥാനങ്ങൾ വാണരുളിയിരുന്നതായ അഹശ്വരേശ് രാജാവ് അധികാരി കൊണ്ടും പദവി കൊണ്ടും പ്രബലനായിരുന്നു. എന്നാൽ ആഡംബരങ്ങൾ കൊണ്ട് തൻ്റെ സാന്നിധ്യം അറിയിക്കുവാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു അഹശ്വരേശ്. 180 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു ആഘോഷം തന്നെ അവൻ സംഘടിപ്പിച്ചു. 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തൻ്റെ രാജകീയ മഹത്വത്തിൻ്റെ ഐശ്വര്യവും തൻ്റെ മഹിമാധിക്യത്തിൻ്റെ പ്രതാപവും ഏറിയ നാൾ 180 ദിവസം തന്നെ കാണിച്ചു. തൻ്റെ മഹത്വവും തൻ്റെ പ്രതാപവും ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ ശ്രമിച്ചതായ വ്യക്തി, കൂടാതെ തൻ്റെ ഭാര്യയുടെ സൗന്ദര്യവും പ്രദർശിപ്പിക്കുവാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ്. ഈ ആധുനിക കാലഘട്ടത്തിലും ഈ പ്രദർശന മനോഭാവം നമ്മെ ഗ്രസിച്ചിട്ടില്ല എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രതാപവും നമ്മുടെ മഹത്വവും കാണിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ പല കൂദാശകളും നമ്മുടെ പല സമ്മേളനങ്ങളുമൊക്കെ അതിൻ്റെ ആ ലക്ഷ്യത്തിൽ നിന്നും മാറിപ്പോകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അഹശ്വരേശ് രാജാവിൻ്റെ മന്ത്രിയും 2-ാം സ്ഥാനീയനുമായിരുന്ന ഹാമാന് മൊർദെഖായിയോടും യഹൂദ വംശത്തോടുമുള്ള വൈരാഗ്യം മൂലം ആ ജനതയെ മുഴുവൻ നശിപ്പിക്കുവാനായിട്ട് അദ്ദേഹം പദ്ധതി ആവിഷ്കരിച്ചു. എന്നാൽ മൊർദെഖായിയുടെ ബുദ്ധിപൂർവ്വം ഉള്ള പ്രവർത്തനം, അതുപോലെ തന്നെ എസ്തർ രാജ്ഞിയുടെ സന്ദർഭോചിതമായ ഇടപെടൽ, അതിലൂടെ യഹൂദ ജനതയ്ക്ക് ലഭിച്ച വിടുതലിൻ്റെ ചരിത്രമാണ് ഈ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. ഈ മൊർദെഖായിയും എസ്തേറും എങ്ങനെയാണ് ഒരു ശൂശാൻ രാജധാനിയിൽ വന്നത് എന്ന് നമുക്കറിയാം. ബാബിലോൺ രാജാവായിരുന്ന നെബൂഖദ്നേസർ യെരുശലേമിൽ നിന്നും ധാരാളം ആളുകളെ പ്രവാസികളായി അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. ആ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു ഇവർ. എന്നാൽ അടിമയായി കൊണ്ടുപോകപ്പെട്ടവനെങ്കിലും പിൻകാലത്ത് ശൂശാൻ രാജധാനിയിലെ 2-ാം സ്ഥാനീയനായി തീരുവാൻ അവന് കഴിഞ്ഞു. 127 സംസ്ഥാനങ്ങളിലും അധികാരമുള്ളവനായി തീരുവാൻ അവന് കഴിഞ്ഞു. പ്രവാസിയായി അടിമയായി മിസ്രയീമിലേക്ക് കൊണ്ടുപോയപ്പെട്ട ജോസഫ് അവിടെ മന്ത്രിയും 2-ാം സ്ഥാനീയനുമായി തീർന്ന ചരിത്രം നമുക്കറിയാം. മൊർദെഖായിയുടെ നിശ്ചയദാർഢ്യത്തോടും ധൈര്യത്തോടും ബുദ്ധിപൂർവ്വമുള്ള പ്രവർത്തനത്തിലൂടെ യഹൂദ ജനതയ്ക്ക് രക്ഷയുണ്ടായി. മാത്രമല്ല, തൻ്റെ മകളായ എസ്തറിനെ രാജ്ഞി പദത്തിലെത്തിക്കുവാനും കഴിഞ്ഞു. അതുമാത്രമല്ല, അവനെ അനശ്വരനാക്കുന്നത്, പ്രവാസത്തിലും അടിമത്വത്തിലും കിടന്ന യഹൂദ ജനതയ്ക്ക് അവൻ ഉണ്ടാക്കിക്കൊടുത്ത നേട്ടം എക്കാലത്തും സ്മരിക്കപ്പെടും. പേർഷ്യൻ രാജാക്കന്മാരെയും ദുഷ്ടനായ ഹാമാനെയും ഭയപ്പെട്ട് കഴിഞ്ഞിരുന്നതായ യഹൂദ ജനതയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മനോഹരമായി ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും ചെന്നെത്തിയ സകല ദേശങ്ങളിലും പട്ടണങ്ങളിലും യഹൂദന്മാർക്ക് ആനന്ദവും സന്തോഷവും വിരുന്നും ഉത്സവവും ഉണ്ടായി. യഹൂദന്മാരെ ഉള്ള പേടി ലോകത്തുള്ള ജാതികളുടെ മേൽ വീണിരുന്നത് കൊണ്ട് അവർ പലരും യഹൂദന്മാരായി തീർന്നു. ഇപ്പോഴത്തെ അവരുടെ സ്ഥിതി ഇതാ.
എന്നാൽ മുമ്പിലത്തെ സ്ഥിതി എന്തായിരുന്നു? അതുകൂടെ വിരിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. യഹൂദന്മാരുടെ ഇടയിൽ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി. കരച്ചിലും വിലാപവും കണ്ണുനീരിൻ്റെയും അനുഭവത്തിൽ കഴിഞ്ഞതായ ജനത ഇന്നവർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. ഇതുണ്ടാകുവാൻ കാരണക്കാരനായ വ്യക്തി ആര്? മൊർദെഖായി. ധാരാളം ആളുകൾ യഹൂദന്മാരായി തീർന്നു. അതിന് കാരണക്കാരനായ വ്യക്തി ആര്? മൊർദെഖായി. അതാണ് മൊർദെഖായിയുടെ പ്രത്യേകത. മൊർദെഖായിയെ കുറിച്ച് നാം പഠിക്കുമ്പോൾ കുടുംബത്തോടുള്ള കടമ ഭംഗിയായി നിർവഹിച്ച വ്യക്തിയായിരുന്നു മൊർദെഖായി. കുടുംബത്തോടുള്ള കടമ ഭംഗിയായി നിർവഹിച്ചവൻ. പ്രവാസിയായി അന്യനാട്ടിൽ പാർക്കുമ്പോൾ തൻ്റെ ചിറ്റപ്പൻ്റെ മകളായ അനാഥയായ എസ്തേറിൻ്റെ സംരക്ഷണം അവൻ ഏറ്റെടുത്തു. 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവൻ തൻ്റെ ചിറ്റപ്പൻ്റെ മകളായ എസ്തേർ എന്ന ഹദസയ്ക്ക് അമ്മയപ്പന്മാരില്ലായകൊണ്ട് അവളെ വളർത്തിയിരുന്നു. ഈ യുവതി രൂപവതിയും സുമുഖിയുമായിരുന്നു. അവളുടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മൊർദെഖായി അവളെ തനിക്ക് മകളായി എടുത്തു. മൊർദെഖായിയെക്കുറിച്ച് മൊത്തത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു പരിവരുത്ത മനുഷ്യന് തോന്നാം. എന്നാൽ ആർദ്രതയുള്ള, മനസ്സലിവുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. ആരുമില്ലാത്തവൾക്ക്, ബലഹീനയ്ക്ക് തുണയായി നിന്നു. രൂപവതിയും സുമുഖിയും ആയ ഒരു യുവതിയുടെ സംരക്ഷണം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് അപകടകരമാണ്. കാരണം സ്ത്രീത്വത്തെ അംഗീകരിക്കാത്ത, സ്ത്രീ സുരക്ഷിതത്വം അല്പം പോലും ഇല്ലാത്ത ഇടമായിരുന്നു ശൂശാൻ രാജധാനി. സ്ത്രീ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നതിന് വിസമ്മതിച്ച വസ്തി രാജ്ഞിക്കെതിരെ രാജാവും അവൻ്റെ ഉപദേഷ്ടാക്കന്മാരും ഒറ്റക്കെട്ടായി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുതിയ രാജ്ഞിയെ തെരഞ്ഞെടുക്കുന്നതിലും ഈ സ്ത്രീ വിരുദ്ധത നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ചിറ്റപ്പനോടുള്ള സ്നേഹം, ചിറ്റപ്പൻ്റെ മകളോടുള്ള സ്നേഹം മാത്രമല്ല, അവൻ നല്ലൊരു യഹൂദനായിരുന്നു. ന്യായപ്രമാണം നന്നായി പഠിച്ച് അനുസരിക്കുന്നവനായിരുന്നു. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് നിന്റെ അടുക്കൽ വെച്ച് ക്ഷയിച്ചു പോയാൽ നീ അവനെ താങ്ങണം. അതക്ഷരം പ്രതി അനുസരിക്കുകയാണ് ഇവിടെ മൊർദെഖായി. അബ്രഹാം ഇതുപോലെ താങ്ങിയ വ്യക്തിയാ. തൻ്റെ സഹോദരനായ ഹാരാൻ്റെ മകൻ ലോത്ത്, അവൻ അനാഥനായി തീർന്നപ്പോൾ അവൻ്റെ സംരക്ഷണം അബ്രഹാം ഏറ്റെടുത്തു. നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ ഒരു അത്യാഹിതം സംഭവിച്ചാൽ, ഒരാൾ ബലഹീനനായി തീർന്നാൽ അവനെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് കാണുവാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ കുടുംബത്തിൽ ഒരു ചെറുപ്പക്കാരി സ്ത്രീ അകാലത്തിൽ വിധവയായി തീർന്നാൽ അവളെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാണെന്ന് കരുതുമോ? അതോ അവളെ എങ്ങനെയെങ്കിലും പുകച്ചു പുറത്തു ചാടിച്ച് ആ സ്വത്തൂടി തട്ടിയെടുക്കുവാനായിട്ട് ശ്രമിക്കുമോ? ദൈവസ്നേഹം നമ്മിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയില്ല. യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നു, 1 യോഹന്നാൻ 3:17, എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ അവനിൽ വസിക്കും? നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹം വസിക്കുന്നുണ്ടെങ്കിൽ ബലഹീനനെ താങ്ങാൻ നമുക്ക് കഴിയണം. അബ്രഹാം അനാഥനായി തീർന്ന ലോത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു. മൊർദെഖായി ചിറ്റപ്പൻ്റെ മകളുടെ സംരക്ഷണം ഏറ്റെടുത്തു. രൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നവോമിയും രൂത്തും കഠിനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. ഒന്നുമില്ലാത്തവരായി അവരുടെ നാട്ടിൽ വരികയാണ്. അവരുടെ വസ്തുക്കൾക്ക്, അവരുടെ വയലുകൾക്ക് അവകാശം ഉന്നയിക്കുവാൻ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ആരുമില്ലായിരുന്നു. അവിടെ ഒരു മനുഷ്യനാണ് ബോവസ്. ബോവസിൻ്റെ വയലിൽ കാലാപെറുക്കുവാൻ പോയ രൂത്ത് മടങ്ങി വരുമ്പോൾ നവോമി പറയുന്നൊരു വാക്കുണ്ട്, അത് വളരെ ശ്രദ്ധേയമാണ്. രൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം.
അതിന് അവൾ, എൻ്റെ മകളെ, ഈ കാര്യം എന്താകുന്നുവെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല. ഇന്ന് ഈ കാര്യം തീർക്കുന്നതുവരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല. നിന്റെ സഹോദരന് തകർച്ചയുണ്ടാകുമ്പോൾ നിനക്ക് അസ്വസ്ഥതയുണ്ടാവണം, നിന്റെ മനസ്സ് അസ്വസ്ഥമാവണം. അപ്പോഴാണ് ഞാനും നിങ്ങളും ക്രിസ്ത്യാനികളായി തീരുന്നത്, ദൈവജനമായി തീരുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അതാണ് നമ്മെ കാണിച്ചു തന്നത്. ലാസറിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ മാർത്തയുടെയും മറിയയുടെയും ഹൃദയം പൊട്ടിയുടെ കരച്ചിൽ കണ്ടപ്പോൾ അവിടെ നാം വായിക്കുന്നത്, യേശു കണ്ണുനീർ വാർത്തു. മൂകനും ചെകിടനുമായ ഒരാളെ സൗഖ്യമാക്കുന്ന രംഗം വേദപുസ്തകത്തിൽ വിവരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന വാചകം, അവൻ സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടെന്ന്. സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടു. ഈ ഒരു മനോഭാവം പ്രിയരെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. ഇതേ സ്വഭാവമുള്ള ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ പലപ്പോഴും നാം അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കൊരു പിതാവിനെ അറിയാം. അദ്ദേഹം ഒരു ചെറിയ ചായക്കട നടത്തി ജീവിക്കുന്ന ആളാണ്. വലിയ റെസ്റ്റോറൻ്റ് ഒന്നുമല്ല. രാവിലെ 10 പേർക്ക് ദോശയും സമ്മന്തിയും, 4 മണിക്ക് കുറേ പരിപ്പുവടയും ഉഴുന്നുവടയും ഉണ്ടാക്കുന്നയാൾ. അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരി ക്യാൻസർ വന്ന് മരണമടഞ്ഞു. അവർ മരിക്കുമ്പോൾ 14 വയസ്സിന് താഴെ പ്രായമുള്ള 4 പെൺകുട്ടികളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവർ മരിച്ച് അധികം കഴിയുന്നതിന് മുമ്പ്, 1 വർഷം കഴിയുന്നതിന് മുമ്പ് അവരുടെ ഏക ആശ്രയമായിരുന്ന അവരുടെ പിതാവും മരിച്ചു. ആ ശവസംസ്കാരത്തിന് പോയിട്ട് ഈ പിതാവ് രാത്രി മടങ്ങി വന്നു. നേരം 10 മണിയായി. പാഴ്സനേജിൻ്റെ തൊട്ടടുത്ത വീടാണ്. വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം പാഴ്സനേജിലേക്ക് കയറി വന്നു. വന്നിട്ട് എന്നോട് വളരെ സന്തോഷത്തോടെ പറയുക, അച്ഛാ, ആ പിള്ളേരെ ഞാനിങ്ങ് കൊണ്ടുപോന്നു. ആരെ? 14 വയസ്സിന് പ്രായമുള്ള 4 പെൺകുട്ടികൾ. അദ്ദേഹത്തിനും ഒരു മകളുണ്ട്. അപ്പോൾ 5 കുട്ടികൾ. ഞാൻ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് പോയി. ഞാൻ ചോദിച്ചു, അച്ചായനെ എന്തോ മണ്ടത്തരമായി കാണിച്ച്, എങ്ങനെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകും? പിന്നെ ഞാൻ അദ്ദേഹത്തോട് ഉപദേശിച്ചു, നമ്മുടെ സഭയുടെ എവിടെയെങ്കിലും സ്ഥാപനങ്ങളിൽ ഞാൻ ആക്കാം, അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അദ്ദേഹം 5 പെൺകുട്ടികളുടെയും വിവാഹം നടത്തി. എനിക്ക് വലിയ സാമ്പത്തിക സ്ഥിതി ഉണ്ടായില്ല. അവസാനം വരെ കൊച്ചു കാപ്പിക്കടയുമായ ജീവിച്ചത്. അയാളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ വളരെ കൊച്ചതായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ തലകുനിച്ചു. ഇതുപോലെയുള്ള ആളുകൾ മാർത്തോമാ സഭയിലുണ്ട്, നമ്മുടെ ഇടവകളിലുണ്ട്. അവരെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. അവരിൽ നിന്നും ആവേശം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അതാണ് യഥാർത്ഥമായ ജീവിതം. മ്ലേച്ഛ ജാതിക്കാരിയായ രൂത്തിനെ ബോവസ് സംരക്ഷിച്ചു. അതുകൊണ്ട് യേശുവിൻ്റെ വംശാവലിയിൽ അവന് സ്ഥാനം ലഭിച്ചു. ദാവീദിൻ്റെ പിതാവായ ഇശ്ശായിയുടെ പിതാവായ ഓബേദിൻ്റെ പിതാവായിരുന്നല്ലോ ബോവസ്. എസ്തേറിനെ ദത്തെടുക്കുക മാത്രമല്ല, അവളെ ഉന്നതിയിലെത്തിക്കുവാനായിട്ട് അവൻ ശ്രമിക്കുകയും ചെയ്തു. തൻ്റെ മകളിലെ സാധ്യതകളെ കണ്ടു. അവളെ രാജ്ഞീപദത്തിൽ എത്തിക്കുവാനായിട്ട് ശ്രമിച്ചു. അവൾക്കാവശ്യമായ ഉപദേശങ്ങൾ കൊടുത്തു. എന്നും മാത്രമല്ല, അവളത് അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്തു. 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ, മൊർദെഖായി കൽപ്പിച്ചതുപോലെ എസ്തേർ തൻ്റെ കുലവും ജാതിയും അറിയിക്കാതെയിരുന്നു. എസ്തേർ മൊർദെഖായിയുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ പോലെ പിന്നെയും അവൻ്റെ കൽപ്പന അനുസരിച്ചു പോന്നു. മൊർദെഖായിയുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ആത്മാർത്ഥത അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് രാജകൊട്ടാരത്തിലെത്തിയിട്ടും അവൾ മൊർദെഖായിയുടെ കൽപ്പന അനുസരിച്ചു. അവിടെ അന്തഃപുരത്തിലേക്ക് പറഞ്ഞയച്ചിട്ടും വെറുതെ ഇരിക്കുകയല്ല. വീണ്ടും വായിക്കുന്നു 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. എന്നാൽ എസ്തേറിൻ്റെ സുഖവർത്തമാനവും അവൾക്ക് എന്തെല്ലാം ആകുമെന്നുള്ളതും അറിയേണ്ടതിന് മൊർദെഖായി ദിവസം പ്രതി അന്തഃപുരത്തിൻ്റെ മുമ്പാകെ നടന്നുകൊണ്ടിരുന്നു. തൻ്റെ മകൾക്ക് എന്താവും, അവളുടെ സ്ഥിതി എന്താകും, നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരുന്നു. സൂക്ഷ്മ നിരീക്ഷണം നടത്തണം. നിതാന്ത ജാഗ്രത ആവശ്യമാണ്. മക്കളെ ഹോസ്റ്റലിലേക്ക് വിട്ടിട്ട്
പണം അയച്ചു കൊടുത്താൽ മാത്രം പോരാ, അവരെവിടെ പോകുന്നു, ആരുമായി ബന്ധപ്പെടുന്നു, ആരുമായി ചാറ്റ് ചെയ്യുന്നു, ഇതൊക്കെ അറിയണം. സൂക്ഷ്മ നിരീക്ഷണം നമുക്ക് ആവശ്യമുണ്ട്. എവിടെയെങ്കിലും വിടവുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കാനായിട്ട് സാധിക്കണം. ഒരിക്കൽ ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ഒരു അധ്യാപകൻ കാണാതെ പോയ ആടിൻ്റെ ഉപമ പഠിപ്പിക്കുക. അദ്ദേഹം ഒരു നാടകീയമായി വളരെ ഭംഗിയായി അത് അവതരിപ്പിച്ചു. ആടിനെ കൂട്ടിക്കയറ്റിയിടും, അതിനകത്ത് വികൃതിയായ ഒരു ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ പുറകുവശം അല്പം ഒരു വിടവുണ്ടായിരുന്നു. ആ ആട്ടിൻകുട്ടി ദിവസവും കാലുകൊണ്ട് ചവിട്ടി ചവിട്ടി ആ വിടവ് വലുതാക്കും. അങ്ങനെ പല ദിവസം കൊണ്ട് അവൻ വലുതാക്കി. അതിനുശേഷം അവൻ അതിലൂടെ നൂഴ്ന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇടയൻ അവനെ പിടിച്ചുകൊണ്ടുവരുന്ന കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബുദ്ധിമാനായ ഈ കുട്ടി അധ്യാപകനോടൊരു ചോദ്യം ചോദിച്ചു. സാറേ, എന്നിട്ട് ഇടയൻ ആ വിടവ് അടച്ചോ? വിടവടയ്ക്കണം. പിടിച്ചോണ്ട് വന്നിട്ട് മാത്രം കാര്യമില്ല. നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ ഭവനങ്ങൾക്ക് വിടവുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ, അതടയ്ക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഭയം നമുക്കുണ്ടാവണം. ഇയ്യോബ് തൻ്റെ മക്കളെക്കുറിച്ച് പറയുന്ന ഭാഗം നമുക്കറിയാം. 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. എന്നാൽ വിരുന്നുനാൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ്, പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് തിരിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് വരുത്തി അവരെ ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗം കഴിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ പാപം ചെയ്തു പോകുമോ എന്നവൻ ഭയപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഭയം നമുക്കുണ്ടാവണം. ഭയപ്പെട്ടാൽ മാത്രം പോരാ. മൊർദെഖായി അന്തഃപുരത്തിൻ്റെ വാദത്തു എന്ന് ഓരോ ദിവസവും അന്വേഷിച്ചതുപോലെ നമ്മുടെ തലമുറയെക്കുറിച്ച് അന്വേഷിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ശക്തി എന്താണെന്ന് മൊർദെഖായി എസ്തേറിനെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവൾ 3 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ചത്, ഉപവസിച്ചു പ്രാർത്ഥിച്ചത്. പ്രതിസന്ധികളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് നമ്മുടെ തലമുറയെ നാം പഠിപ്പിക്കണം. അല്ലെങ്കിൽ അവർ തളർന്നു പോകും. എന്തു ചെയ്യണമെന്നറിയാൻ വയ്യാതെ അവർ വിഷമിച്ചു പോകും. മറക്കരുത്, പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പക്വതയോടെ എസ്തേറിൻ്റെ നന്മ മാത്രം ലക്കാക്കി പ്രവർത്തിക്കുന്നതായ മൊർദെഖായി മഹാന്മാരിൽ മഹാനാണ്. കുടുംബത്തോടുള്ള ഉത്തരവാദിത്വ ഭംഗിയായി നിർവഹിച്ച വ്യക്തി. 2-ാമത്, രാഷ്ട്രത്തോടുള്ള കടമ ഭംഗിയായി നിർവഹിച്ച വ്യക്തി. ഒരിക്കൽ വാതിൽ കാവൽക്കാർ രാജാവിനെ കൊല്ലുവാനായിട്ട് ഗൂഢാലോചന നടത്തി. എസ്തേർ 2:22. മൊർദെഖായി കാര്യമറിഞ്ഞ് എസ്തേർ രാജ്ഞിക്ക് അറിവ് കൊടുത്തു. എസ്തേർ അത് മൊർദെഖായിയുടെ നാമത്തിൽ രാജാവിനെ അറിയിച്ചു. അതായത് രാജ്യഭക്തി, രാജാവിനോടുള്ള സ്നേഹം, രാജ്യത്തെ സ്നേഹിക്കുകയും രാജ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് ഓരോ പൗരൻ്റെയും കടമയാണ്. നല്ല ക്രിസ്ത്യാനികൾ നല്ല രാജ്യസ്നേഹികളായിരിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് കേരള ജനത ആവേശത്തോടെ പാടിയ പാട്ടുണ്ട്, വള്ളത്തോളിൻ്റെ പാട്ട്. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് നരമ്പുകളിൽ. എത്ര ആവേശം പകരുന്ന പാട്ട്! ഇത് നമ്മുടെ പാട്ടായി തീരണം. ഞാനും നിങ്ങളും ചെറുപ്രായത്തിൽ അനേക പ്രാവശ്യം സ്കൂളിൻ്റെ മുറ്റത്ത് നിന്ന് ഏറ്റു ചൊല്ലിയിട്ടുള്ള പ്രതിജ്ഞയുണ്ട്. നമുക്കത് ഓർത്തെടുക്കാം. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. അവസാനം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ഇതായിരിക്കണം ഓരോ മാർത്തോമാക്കാരൻ്റെയും ലക്ഷ്യം. മൊർദെഖായി രാജ്യത്തെ സ്നേഹിച്ചു. രാജ്യത്തിനെതിരായി ഉണ്ടായതായ പ്രവർത്തനങ്ങളെ അവൻ പ്രതിരോധിച്ചു. ഈ സംഭവം ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു എങ്കിലും അവന് വലിയ അംഗീകാരമൊന്നും കിട്ടിയില്ല. അവനതിൽ പരിഭവമില്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം:
കൊട്ടാരത്തിൻ്റെ വാതുക്കലിരുന്നവൻ ഈ അവസരം ഉപയോഗിച്ച് കൊട്ടാരത്തിനകത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചില്ല. അവിടെയാണ് മൊർദെഖായിയുടെ മഹത്വം. ഇപ്പോഴും അവൻ്റെ ഇരിപ്പും കിടപ്പും ഉറക്കവുമൊക്കെ കൊട്ടാരത്തിന് പുറത്താണ്. രാജാവിനും രാജ്യത്തിനും ആടമുണ്ടായപ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ അവൻ ശ്രമിച്ചു. ഗൂഢാലോചന മനസ്സിലാക്കുന്നതിനുള്ളതായ കഴിവും അതിനെ പ്രതിരോധിക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിയും മൊർദെഖായിക്ക് ഉണ്ടായിരുന്നു. പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരുമായിരിക്കാനാണല്ലോ നമ്മെ പഠിപ്പിക്കുന്നത്. പൗലോസ് അപ്പോസ്തലനൊക്കെ ഈ പ്രായോഗിക ബുദ്ധിയുള്ള ആളായിരുന്നു. അപ്പോസ്തലൻ പൗലോസ് 27-ാം അധ്യായം നാം പഠിക്കുമ്പോൾ കപ്പൽ അപകടത്തിൽപ്പെട്ടു. ആ സമയത്തെ കപ്പൽ ജീവനക്കാർ കപ്പൽ തകർന്നു പോകുമെന്നുള്ള മനസ്സിലാക്കി രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പൗലോസിനത് മനസ്സിലായി. പൗലോസ് ശതാധിപനോട് ഈ കാര്യം പറഞ്ഞു. അവർ നമ്മളെ ചതിച്ചിട്ട് പോകാൻ തുടങ്ങുകയാണ്. യഥാർത്ഥത്തിൽ തന്ത്രങ്ങൾ അറിയേണ്ടുന്ന പടയാളികൾക്കും കപ്പൽ ജോലിക്കാരുടെ ഈ തന്ത്രം മനസ്സിലായില്ല. പക്ഷേ പൗലോസിനത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇത് ആവശ്യമാണ്. പ്രായോഗിക ബുദ്ധിയും ഗൂഢാലോചന മനസ്സിലാക്കുന്ന കഴിവും നമുക്ക് ആവശ്യമാണ്. മൊർദെഖായി രാജ്യസ്നേഹിയായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ രാജകൽപ്പനയെ ലംഘിക്കുന്നവനായി നമുക്ക് അവനെ കാണാനായിട്ട് സാധിക്കും. അതായത് 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, രാജാവിൻ്റെ വാതുക്കലെ രാജഭൃത്യന്മാരൊക്കെയും ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു. രാജാവ് അവനെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും മൊർദെഖായി അവനെ കുമ്പിട്ട് നമസ്കരിച്ചില്ല. അപ്പോൾ രാജാവിൻ്റെ വാതുക്കലെ രാജഭൃത്യന്മാർ മൊർദെഖായിയോട്, നീ രാജകൽപ്പന ലംഘിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. സ്വാർത്ഥനും അഹങ്കാരിയും ദുഷ്ടനുമായ ഹാമാനെ അവൻ നമസ്കരിച്ചില്ല. രാജ്യത്തെ സ്നേഹിക്കണം, എന്നാൽ തെറ്റായ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യണം. അതും ഒരു പൗരൻ്റെ ചുമതലയാണ്. രാജ്യത്തെ സ്നേഹിച്ച മൊർദെഖായിക്ക് പിന്നീട് അംഗീകാരം കിട്ടി. അവനെ കുതിരപ്പുറത്തൊക്കെ വെച്ച് അനയിക്കുന്നുണ്ട്. അപ്പോൾ വിളിച്ചു പറഞ്ഞൊരു വാചകമുണ്ട്, ഇതാ രാജാവിൻ്റെ നന്മയ്ക്കായി സംസാരിച്ച മൊർദെഖായി. നമ്മെക്കുറിച്ച് ഇത് തന്നെ പറയണം. ഇതാ രാജ്യത്തിൻ്റെ നന്മയ്ക്കായി സംസാരിക്കുന്ന, രാജ്യത്തിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന മാർത്തോമാക്കാർ. നമ്മെക്കുറിച്ച് അങ്ങനെ പറയാനായിട്ട് സാധിക്കണം. നാം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണം, രാജ്യത്തിനെതിരായ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കണം. എന്നാൽ തിന്മയ്ക്ക് വഴങ്ങിക്കൊടുക്കരുത്. തെറ്റായ കാര്യങ്ങളെ ചോദ്യം ചെയ്യണം. വ്യക്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ധൈര്യത്തോടുകൂടി തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ നിലനിൽക്കുവാനായിട്ട് സാധിക്കണം. നാം നല്ല രാജ്യസ്നേഹികളായി തീരണം. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ആ സ്നേഹമുള്ളവരായി നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. 3-ാമതായിട്ട്, കടമ നിർവഹിക്കുവാൻ തലമുറയെ പ്രചോദിപ്പിക്കുന്നവൻ. കടമ നിർവഹിക്കുവാൻ തലമുറയെ പ്രചോദിപ്പിക്കുന്നവൻ. 4-ാം അധ്യായം 14-ാമത്തെ വാക്യം, ഈ സമയത്തെ നീ മിണ്ടാതെ ഇരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പുതുഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നത്. തൻ്റെ മകളെ പ്രചോദിപ്പിക്കുവാൻ ശ്രമിക്കുന്ന മൊർദെഖായി സമൂഹത്തോടും സ്വന്തം ജാതിയോടുമുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ വളരെ കർക്കശമായ ഭാഷയിൽ മൊർദെഖായി എസ്തേറിനോട് ആവശ്യപ്പെടുകയാണ്. മൊർദെഖായിയുടെ വാക്കുകളെ അതേ ഗൗരവത്തോടെ എസ്തേർ ഏറ്റെടുത്തു. മൊർദെഖായിയുടെ ഹൃദയത്തിൻ്റെ നൊമ്പരം അവൾ മനസ്സിലാക്കി. എന്നിട്ട് അവൾ പറയുന്നത് എന്താ? പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ. ജീവൻ പണയം വെച്ചും സ്വന്തം ജനതയെ സംരക്ഷിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നു. മൊർദെഖായി പറഞ്ഞാൽ എസ്തേറിന് പ്രവർത്തിക്കാതിരിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ എന്ന നിശ്ചയദാർഢ്യത്തിലേക്ക് അവളെ നയിച്ചത് മൊർദെഖായി എന്ന വ്യക്തിയുടെ ജീവിതവും വാക്കുകളുമാണ്. മൊർദെഖായിയുടെ കരുണയുള്ള, ആർദ്രതയുള്ള, കരുതലുള്ള ഹൃദയത്തിൻ്റെ വശ്യത അവൾ അനുഭവിച്ചറിഞ്ഞതാണ്. അന്യനാട്ടിൽ
അപ്പനും അമ്മയും നഷ്ടപ്പെട്ട് ആരുമില്ലാത്തവളായി തീർന്നപ്പോൾ തന്നെ ചേർത്തു പിടിച്ച അവൻ്റെ ഹൃദയത്തിൻ്റെ മഹത്വം അവൾ മനസ്സിലാക്കിയതാണ്. തനിക്ക് അഭയമൊരുക്കി തരിക മാത്രമല്ല, താങ്ങായി, തണലായി, കാവൽക്കാരനായിരുന്നു തന്നെ രാജ്ഞി പദത്തിലെത്തിച്ച ആ വലിയ മനുഷ്യൻ്റെ ഹൃദയം അവൾക്ക് വലിയ പ്രചോദനം നൽകുന്ന അനുഭവമായിരുന്നു. അതുകൊണ്ടാണല്ലോ നാം വായിച്ചത്, എസ്തർ മൊർദെഖായിയുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ പോലെ പിന്നെയും അവൻ്റെ കൽപ്പന അനുസരിച്ചു പോന്നു. മൊർദെഖായി പറഞ്ഞാൽ എസ്തറിന് അനുസരിക്കാതിരിക്കുവാൻ കഴിയുമായിരുന്നില്ല. അതുപോലെ ഒരു അടുത്ത ഹൃദയ ബന്ധമായിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതുതലമുറയോട് ഇതുപോലൊരു അടുത്ത ഹൃദയബന്ധം സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. എങ്കിലേ അവരെ പ്രവർത്തന സജ്ജരാക്കാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. മൊർദെഖായിയുടെ ജീവിതവും സ്വഭാവവും എസ്തേറിനെ വളരെയധികം സ്വാധീനിച്ചു. ഹാമാൻ യഹൂദ ജനതയെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോൾ മൊർദെഖായിയുടെ കരച്ചിൽ നമുക്ക് കാണുന്നുണ്ട്. 4-ാമത്തെ വാക്യം, സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടുകൊണ്ട് പട്ടണ നടുവിൽ ചെന്നുകൊണ്ട് അത്യുച്ചത്തിൽ നിലവിളിച്ചു. തൻ്റെ ജനത്തിന് നാശമുണ്ടാകാൻ പോകുമ്പോൾ നിലവിളിക്കുന്നതായ മൊർദെഖായി, അതവളുടെ മനസ്സിനിങ്ങനെ ഉണ്ട്. അവളുടെ ആ സ്നേഹം, തൻ്റെ ജനത്തോടുള്ള സ്നേഹം, ഇതുപോലെ സ്നേഹം പ്രകടിപ്പിച്ച് അനേകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമല്ലോ. നെഹമ്യാവിനെ കുറിച്ച് നമുക്കറിയാം. ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന യെരുശലേം മതിലുകൾ, ചണ്ടിക്കൂമ്പാരമായിരിക്കുന്ന യെരുശലേം, അതിനെ നോക്കിക്കൊണ്ട് കരയുകയാണ്. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചു ഉപസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പോലും ഇതുപോലെ കരഞ്ഞ അനുഭവം നമുക്കറിയാം. യെരുശലേമേ, യെരുശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്തതുപോലെ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. പ്രിയപ്പെട്ടവരെ, മൊർദെഖായിയുടെ ജീവിതത്തിൽ എസ്തേറിനെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ്? അവൻ്റെ സ്വഭാവ ശ്രേഷ്ഠത തന്നെ. കൊട്ടാരത്തിൻ്റെ വാതിക്കലിരുന്നവൻ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചില്ല. നമുക്ക് ഇന്നൊരു കൊച്ചു പഴുത് കിട്ടിയാൽ അധികാര സ്ഥാനങ്ങളിലേക്ക്, അരമനകളിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നവരല്ലേ നാം. ഇപ്പോഴും തൻ്റെ മകൾ കൊട്ടാരത്തിലെ രാജ്ഞി, ഇപ്പോഴും കൊട്ടാരത്തിന് പുറത്ത് വേലും മഴയും കൊണ്ട് കിടക്കുന്ന ആ വലിയ മനുഷ്യന്റെ സ്വഭാവ ശ്രേഷ്ഠത, അതാണ് നമ്മളെ പ്രചോദിപ്പിച്ചത്. നമ്മുടെ തലമുറയെ പ്രചോദിപ്പിക്കണമെങ്കിൽ ഈ പ്രസംഗം കൊണ്ടൊന്നും നടക്കില്ല. മൊർദെഖായിയെ പോലെ അവരെ പ്രചോദിപ്പിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നത്രേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ രണ്ടാം സ്ഥാനീയനായ ഹാമാനോടുള്ള അവൻ്റെ നിലപാട്, അത് എസ്തേറിനെ ആകർഷിച്ചു. ഹാമാന്റെ ചടുലമായ ഹീനമായ പ്രവർത്തനങ്ങളെ പുച്ഛത്തോടെ വീക്ഷിച്ചതായ മൊർദെഖായിയുടെ നിലപാട് അവളെ ആകർഷിച്ചു കാണും. ഹാമാനെ കുമ്പിട്ട് നമസ്കരിക്കാൻ അവൻ തയ്യാറായില്ല. മൊർദെഖായി ആരുടെയും മുമ്പിൽ തല കുനിച്ചില്ല, ആരെയും വണങ്ങിയില്ല. ഹാമാൻ എസ്തേറിന്റെ കാല് പിടിക്കുന്നത് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. സ്വാർത്ഥതയും അഹങ്കാരവും വളഞ്ഞ മാർഗങ്ങളുമുള്ളവന് മറ്റുള്ളവൻ്റെ കാല് പിടിച്ചേ മതിയാവും. എന്നാൽ സ്വാർത്ഥതകളില്ലാതെ നേരായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവന്, ഹീനമാർഗം സ്വീകരിക്കാത്തവന് ആരുടെയും മുമ്പിൽ തലകുനിക്കേണ്ടി വരില്ല. പ്രിയപ്പെട്ടവരെ, എപ്പോഴും തല ഉയർത്തി നിൽക്കുന്ന മാതാപിതാക്കന്മാരെ, തല ഉയർത്തി നിൽക്കുന്ന സഭാ നേതാക്കന്മാരെ, തല ഉയർത്തി നിൽക്കുന്ന അച്ഛന്മാരെയാണ് നമ്മുടെ തലമുറ പ്രതീക്ഷിക്കുന്നത്. വിട്ടുവീഴ്ച ചെയ്ത് വല്ലവന്റെയും കാല് പിടിച്ച തലയും കുമ്പിട്ട് നടക്കുന്നവരെ അല്ല സഭയ്ക്ക് ഇന്ന് ആവശ്യം. തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന വ്യക്തികളെയാണ് ഈ സഭയ്ക്ക് ആവശ്യം. മൊർദെഖായിയുടെ ഈ തൻ്റെ ഇടം, അതാണ് അവളെ പ്രേരിപ്പിച്ചത്. മൊർദെഖായി എന്ന വ്യക്തിയുടെ മഹത്വം, വ്യക്തി മഹാത്മ്യം, വ്യക്തിപ്രഭാവം എസ്തേറിനെ ആകർഷിച്ചു. തന്നെയും തൻ്റെ ജനത്തെയും
ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മൊർദെഖായിയുടെ കരച്ചിൽ കേട്ടപ്പോൾ അവൾക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുകയാണ്. പ്രിയരെ, നമ്മുടെ നിലപാടുകളും നമ്മുടെ സത്യസന്ധതയും നമ്മുടെ ദർശനവും നമ്മുടെ തലമുറയെ സ്വാധീനിക്കണം. ദാവീദിൻ്റെ ജീവിത ദർശനവും അവൻ്റെ ജീവിതവും തൻ്റെ മകനായ ശലോമോനെ വളരെയധികം സ്വാധീനിച്ചു. അതിനെക്കുറിച്ച് ശലോമോൻ വളരെ വാചാലതയോടെ ദൈവത്തോട് തന്നെ പറയുന്നുണ്ട്. 1 രാജാക്കന്മാർ 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നത് ഓർക്കണമേ. ശലോമോൻ തൻ്റെ അപ്പനെ കുറിച്ച് പറയുക, എൻ്റെ അപ്പൻ ദൈവത്തിൻ്റെ ദാസനാണ്. എൻ്റെ അപ്പൻ എനിക്ക് തന്നിരിക്കുന്ന മൂല്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ സത്യം, നീതി, ഹൃദയപരമാർത്ഥത. നമ്മുടെ തലമുറയ്ക്ക് ഈ മൂല്യങ്ങളെ കൊടുക്കാൻ കഴിയണം. എൻ്റെ അപ്പൻ എനിക്ക് നൽകിയ ഓഹരി എന്താണെന്നറിയാമോ? സത്യം, നീതി, ഹൃദയപരമാർത്ഥത. ഇത് നമ്മുടെ തലമുറയോട് പറയാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ തലമുറയെ പ്രചോദിപ്പിക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ ഇന്ന് നമ്മൾ പറയുന്നത് എന്താ? ഞാനും നീയും കൊട്ടാരത്തിനകത്ത് സുഖമായി കഴിയുക. നമുക്കെന്തോ വേണമിടാ, ഇത് നഷ്ടപ്പെടുത്തരുത്. കൊട്ടാരത്തിൽ നമുക്ക് പുറത്തു പോകേണ്ട കാര്യമില്ല. നശിക്കുന്നവൻ നശിക്കട്ടെ, നമുക്കെന്ത് ഛേദം? ഈ ഒരു മൂല്യബോധമല്ല ഇന്ന് തലമുറയ്ക്ക് നാം കൊടുക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. എസ്തേറിനെ പോലെ പ്രതികരണശേഷിയുള്ള, തൻ്റെ ഇടമുള്ള, ദൈവാശ്രയമുള്ള തലമുറകൾ ഉണ്ടാവണമെങ്കിൽ മൊർദെഖായിയെപ്പോലെ അപ്പന്മാരുണ്ടാവണം. മൊർദെഖായിയെപ്പോലുള്ള സഭാ നേതാക്കന്മാരുണ്ടാവണം. മൊർദെഖായിയെപ്പോലുള്ള അച്ഛന്മാരുണ്ടാവണം. എങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. നമ്മുടെ തലമുറയോട് നാം പറയണം, നിന്നെ കൊണ്ട് മാത്രമേ ഈ ലോകത്തെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. നിന്നെ കൊണ്ട് മാത്രമേ ഈ സഭയെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. നീ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഈ സഭ നശിക്കും, ഈ ലോകം നശിക്കും, നീയും നശിക്കും. നിനക്ക് ഈ സാധ്യതകളും പദവികളും സാഹചര്യങ്ങളും നൽകിയിരിക്കുന്നത് പ്രവർത്തിക്കാനാണ്. നിന്നെക്കൊണ്ട് ഈ ലോകത്തിന് ആവശ്യമുണ്ട്. അത് ഈ തലമുറയോട് പറഞ്ഞു കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട്. ഞാൻ കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഇനിയും എന്തിനു പോകണം എന്നതിനെക്കുറിച്ച് ചഞ്ചലപ്പെട്ടു നിന്ന ഒരു കാലഘട്ടമുണ്ട്. അന്ന് എൻ്റെ അമ്മാച്ചനാണ് നമ്മുടെ സഭയിലെ ഒരു സീനിയർ പട്ടക്കാരനായ KK തോമസ് അച്ഛൻ. അച്ഛൻ അന്ന് ആനപ്രാമ്പാൽ ഇടവകയുടെ വികാരിയായിട്ടിരിക്കുകയാണ്. അച്ഛൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു, അടുത്ത ഞായറാഴ്ച ഈശോ തിരുമേനി ഞങ്ങളുടെ പള്ളിയിൽ വരുന്നുണ്ട്, നീ ഇവിടെ വാ, തിരുമേനിയെ പരിചയപ്പെടുത്താം. ശനിയാഴ്ച ഞാൻ അവിടെ ചെന്നു. തിരുമേനി സന്ധ്യാ നമസ്കാരമൊക്കെ കഴിഞ്ഞ് പാഴ്സനേജിൽ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ എന്നെ പരിചയപ്പെടുത്തി. അതിന് തിരുമേനി താമസിക്കുന്ന മുറിയിലേക്ക് പോയപ്പോൾ എന്നെ കൂടെ വിളിച്ചു കൊണ്ടുപോയി. അവിടെ ചെന്നിരുന്നപ്പോൾ എന്നോട് ഒത്തിരി ചോദ്യങ്ങളൊക്കെ തിരുമേനി ചോദിച്ചു. എനിക്കതിനൊന്നിനും ഉത്തരം പറയാൻ അറിയത്തില്ലായിരുന്നു. ഞാനിങ്ങനെ അനങ്ങാതെ ഇവിടെ ഇരുന്നു. അതിനുശേഷം തിരുമേനി ശ്രീഹോറ ആശ്രമത്തെക്കുറിച്ച്, സത്നായെക്കുറിച്ച്, നോർത്ത് ഇന്ത്യയിലെ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച്, സാധ്യതകളെക്കുറിച്ചൊക്കെ എന്നോട് ഇങ്ങനെ അങ്ങ് പറയുക. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതൊരു കൊച്ചു ചെറുക്കനാണല്ലോ, ഇവനൊന്നും മനസ്സിലാകത്തിലൊന്നും ചിന്തയൊന്നും തിരുമേനിക്കില്ല. തിരുമേനി ഇതെല്ലാം പറഞ്ഞു. 1 മണിക്കൂർ എന്നെ അവിടെ ഇരുത്തി എന്നെ പ്രാർത്ഥിച്ചിട്ട് വിട്ടു. പിറ്റേ ദിവസം കുർബാന കഴിഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ തിരുമേനി പറഞ്ഞു, ഞാൻ പത്തനംതിട്ടയ്ക്കാണ് പോകുന്നത്, നീ വരുന്നെങ്കിൽ എന്നെ വഴിയിലിറക്കാം. തിരുമേനിമാരുടെ കാറ് ദൂരെ മാത്രം നിന്ന് കണ്ടിട്ടുള്ള എനിക്ക് തിരുമേനിയുടെ കാറിൽ കയറാൻ ഒരു അവസരം കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി. ഞാൻ ഓട്ടത് റെഡിയായി തിരുമേനിയുടെ കൂടെ കാറിൽ കയറി. ഞാൻ ഫ്രണ്ടിലിരുന്നു, തിരുമേനി പുറകിലിരുന്നു. തിരുമേനി യാത്രയിലൊന്നും എന്നോട് സംസാരിച്ചില്ല. ഇരവിപേരൂർ ജംഗ്ഷനിൽ വന്നു, വണ്ടി നിർത്തി. ഞാൻ ഇറങ്ങി. പുറകിലൊട്ട് ചെന്ന് തിരുമേനിയോട് യാത്ര പറഞ്ഞ് കൈമുത്തുമ്പോൾ വണ്ടി വിടുന്നതിന് മുമ്പ് തിരുമേനി ഒരു വാക്കെന്നോട് പറഞ്ഞു, കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. എന്നിട്ട് ഡ്രൈവറോട് പറഞ്ഞു വണ്ടി വിടാൻ. വണ്ടി വിട്ടങ്ങ് പോവുകയും ചെയ്തു. കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കർത്താവിന് എന്നെ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പലപ്പോഴും ശുശ്രൂഷാരംഗങ്ങളിലൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും ഈശോ തിരുമേനി പറഞ്ഞ ആ വാക്കുകൾ എന്നെ ത്രസിപ്പിച്ചു. കർത്താവിന്
നിന്നെ ആവശ്യമുണ്ട്. പ്രിയപ്പെട്ട അച്ഛന്മാരെ, നമ്മുടെ യുവജനങ്ങളോട് നമ്മൾ പറയണം, കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. അതവന്റെ ഹൃദയത്തിൽ പതിക്കണം. എങ്കിലേ ഈ ലോകത്തെ രക്ഷിക്കുവാൻ, ഈ സഭയെ രക്ഷിക്കുവാൻ അവർ മുമ്പോട്ട് വരികയുള്ളൂ. നമ്മുടെ ദർശനവും ധൈര്യവും കണ്ണുനീരും നമ്മുടെ തലമുറയെ പ്രചോദിപ്പിക്കണം. ഇന്ന് നമ്മുടെ യുവതലമുറ വെല്ലുവിളി ഏറ്റെടുക്കുന്നെങ്കിൽ, യുവപട്ടക്കാർ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, ഞാൻ പറയട്ടെ, സീനിയർ അച്ഛന്മാരെ, നമ്മുടെ പരാജയമാണ്. 40 വർഷം ഈ സഭയിൽ ശുശ്രൂഷ ചെയ്ത എന്റെ പരാജയമാണ്. കാരണം അവരെ പ്രചോദിപ്പിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. പാടില്ല. നമ്മുടെ യുവജനങ്ങളെ നാം പ്രചോദിപ്പിക്കണം. അവരോട് പറയണം, നിന്നെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്, നിന്നെക്കുറിച്ച് സഭയ്ക്ക് ആവശ്യമുണ്ട്. ഈ ദേശം നശിക്കാതിരിക്കണമെങ്കിൽ, ഈ സഭ നശിക്കാതിരിക്കണമെങ്കിൽ നീ മുമ്പോട്ട് വരണം. ഇതായിരിക്കട്ടെ നമ്മുടെ മുമ്പിൽ നാം ഉയർത്തുന്ന വെല്ലുവിളി. എസ്തേർ പറയുക, ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ. എന്തൊരു സമർപ്പണത്തോടെ ഇറങ്ങിത്തിരിച്ച ആ സ്ത്രീ. അവളെ അതിന് പ്രചോദിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് മൊർദെഖായിയാണ്. കുടുംബത്തോടുള്ള കടമ നിർവഹിച്ച മൊർദെഖായി, രാഷ്ട്രത്തോടുള്ള കടമ നിർവഹിച്ച മൊർദെഖായി, പിന്നീട് തലമുറയെ പ്രചോദിപ്പിച്ച മൊർദെഖായി. അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു ജനതയുടെ വിമോചകനായി തീർന്ന വ്യക്തി, ഒരു ജനതയുടെ വിമോചകനായി തീർന്ന വ്യക്തി. മൊർദെഖായിയും എസ്തേറും രാജകൊട്ടാരത്തിൽ സുരക്ഷിതരാണ്. ഹാമാൻ പാർത്തിരുന്ന ആഡംബര കൊട്ടാരം അവർക്ക് കിട്ടി. എസ്തേറിനും മൊർദെഖായിക്കും സുഖമായി അവിടെ പാർക്കാം. എന്നു മാത്രമല്ല, മൊർദെഖായി ഇപ്പോൾ രാജ്യത്തെ 2ാം സ്ഥാനീയനാണ്. എന്നു മാത്രമല്ല, അഹശ്വേരോശ് രാജാവ് തൻ്റെ കയ്യിൽ അണിഞ്ഞിരുന്നതായ മുദ്രാമോതിരം ഊരി മൊർദെഖായിക്ക് കൊടുത്തു. ഏത് ഉത്തരവ് വേണമെങ്കിലും അവന് പുറപ്പെടുവിക്കാം. ഇത് കൂടുതൽ സ്ഥാനം, ഇത് കൂടുതൽ സൗകര്യം എവിടെ കിട്ടും? പക്ഷേ മൊർദെഖായിയും എസ്തേറും അതുകൊണ്ട് തൃപ്തരായില്ല. കൊട്ടാരത്തിലെ ജീവിതം അവരെ തൃപ്തരാക്കിയില്ല. മൊർദെഖായിയുടെ ശബ്ദമായി പ്രവർത്തിക്കുന്ന എസ്തേർ പറയുന്നൊരു വാചകമുണ്ട്. 8-ാം അധ്യായം 6-ാമത്തെ വാക്യം. എൻ്റെ ജനത്തിനു വരുന്ന അനർത്ഥം ഞാൻ എങ്ങനെ കണ്ടു സഹിക്കും? എൻ്റെ വംശത്തിൻ്റെ നാശം ഞാൻ എങ്ങനെ കണ്ടു സഹിക്കും? കൊട്ടാരത്തിലിരിക്കുമ്പോഴും തൻ്റെ ജനത്തോടുള്ളതായ സ്നേഹം ഈ വാക്കുകളിൽ എത്ര വ്യക്തമാണ്. ഇവിടെ ശത്രുക്കളോട് പോരാടി ജയിക്കുവാൻ യഹൂദ ജനതയെ സജ്ജമാക്കുകയാണ്. അവൻ യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് കൂടണം, പോരാടണം, ജയിക്കണം. മൊർദെഖായിയും എസ്തേറുമല്ല യഹൂദ ജനതയുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തിയത്. പിന്നെയോ അവർ ജനത്തെ അതിന് സജ്ജമാക്കുക മാത്രമാണ് ചെയ്തത്. വെല്ലുവിളി ഉയർത്തി അവരെ അതിനായിട്ട് ഒരുക്കുകയാണ്. ഒന്നിക്കുവാനും പൊരുതുവാനും അവരെ സഹായിക്കുകയാണ്. സഭ ചെയ്യേണ്ടുന്നതും ഇതുതന്നെയാണ്. പിമ്പിൽ നിന്നുകൊണ്ട് ജനത്തെ സജ്ജമാക്കാൻ കഴിയണം. നമ്മുടെ യുവജനങ്ങൾ എന്തുമാത്രം കഴിവുകളും സാധ്യതകളും ഉള്ളവരാ. നമ്മുടെ അൽമായ നേതാക്കന്മാർ എത്രമാത്രം പ്രാഗൽഭ്യമുള്ളവരാ. അവരെ സജ്ജമാക്കുവാൻ, അവരെ ധൈര്യത്തോടെ മുമ്പോട്ട് പറഞ്ഞു വിടുവാൻ, അവർക്ക് പ്രേരണ കൊടുക്കുന്ന ശക്തിയായി സഭ നിൽക്കണം, സഭാ നേതൃത്വം നിൽക്കണം, അച്ഛന്മാർ നിൽക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യഹൂദ ജനതയെക്കുറിച്ച് പറയുമ്പോൾ അവര് ഇതിന് യോഗ്യരാണ്. കാരണം ഇവിടെ നാം വായിക്കുന്ന അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ വായിച്ചല്ലോ. യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ഉണ്ടായി. ഇതെന്തുകൊണ്ട് സാധിച്ചു? അന്യദേശത്തു പാർക്കുമ്പോഴും അവരുടെ ദൈവബോധവും മതവിശ്വാസവും അവർ നഷ്ടപ്പെടുത്തിയില്ല. അവരുടെ ഐഡന്റിറ്റി, സത്വബോധം അതവർ നിലനിർത്തി. പലപ്പോഴും നാം നമ്മുടെ സത്വബോധം നഷ്ടപ്പെടുത്തുകയാണ്. നമ്മുടെ പതിവുകളും നമ്മുടെ ശീലങ്ങളും നമ്മുടെ മൂല്യങ്ങളുമൊക്കെ നാം പലപ്പോഴും കളഞ്ഞു കുളിക്കാറില്ലേ? അതിനു ന്യായീകരണമായിട്ട് നമ്മൾ പറയും, നാടോടുമ്പം നടുവേ ഓടണം എന്ന്. എന്നാൽ പ്രവാസത്തിലും
യഹൂദ ജനത അവരുടെ ദൈവവിശ്വാസവും ആരാധനയും കൈവിട്ടില്ല. അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തുവാൻ അവർ സമ്മതിച്ചില്ല. നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒരു ലോകത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, ഇവരെ തട്ടിക്കൊണ്ടു പോയപ്പോൾ, അതായത് ദാനിയേൽ അടക്കമുള്ള ആളുകളെ കൽദയ ദേശത്തേക്ക് കൊണ്ടുപോയപ്പോൾ അവർ എന്താ ചെയ്തത്? കൽദയരുടെ ഭാഷയും വിദ്യയും പഠിപ്പിക്കുക, അവരെ അവരല്ലാതാക്കി തീർക്കുക, ലിറ്ററേച്ചർ, കൾച്ചർ ഇതൊക്കെ അടിച്ചേൽപ്പിക്കുക, അവരുടെ പേര് മാറ്റുക, അവരുടെ ഭക്ഷണ രീതി മാറ്റുക, അവരെ യഹൂദന്മാർ അല്ലാതാക്കി തീർക്കുക. അതാണ് അവർ ശ്രമിച്ചത്. ഇന്നത്തെ ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പരസ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ദാനിയേലും ചന്ദ്രക്കും മേശക്കും അബേദ്നെഗോവും ഇവരൊക്കെ അതിനോട് ചെറുത്തുന്നവരാ. നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തരുത്, നമ്മുടെ ഈ സ്വത്വബോധം നഷ്ടപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. അവിടെ എതിർത്ത് നിൽക്കുവാനായിട്ട് സാധിക്കണം. യഹൂദന്മാർ എവിടെയായിരുന്നാലും തങ്ങൾ ആരായിരുന്നു എന്നതായ ഒരു ബോധ്യം അവർക്കുണ്ടായിരുന്നു. ഞാനൊരു മാർത്തോമാക്കാരനാണ്, എൻ്റെ ശൈലിയും എൻ്റെ ദർശനങ്ങളും എൻ്റെ ജീവിത രീതികളും ഇപ്രകാരമായിരിക്കും. അങ്ങനെ ഒരു സത്വബോധം നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. എവിടെയായിരുന്നാലും ഞാനൊരു മാർത്തോമാക്കാരനാണ്, ഞങ്ങളുടെ പാരമ്പര്യവും രീതികളും ഇതാണെന്ന് പറയത്തക്കവണ്ണം ആർജവത്വമുള്ളവരെ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ അവർക്ക് ഒരു സത്വബോധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു സംഘബോധമുണ്ടായിരുന്നു. അതായത് മൊർദെഖായിയുടെ ആഹ്വാനം കേട്ടപ്പോൾ അവർ എല്ലാം മറന്ന് ഒന്നിച്ചു കൂടുകയാണ്. അവർ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ മുമ്പോട്ട് പോകുകയാണ്. അവരുടെ സംഘബോധം വ്യക്തമാക്കുന്ന 2 വാക്യങ്ങളുടെ വായിച്ചാൻ പോകട്ടെ. 9:19. അതുകൊണ്ട് മതിലില്ലാത്ത പട്ടണങ്ങളിൽ പാർക്കുന്ന നാട്ടുംപുറങ്ങളിലെ യഹൂദന്മാർ ആദാർ മാസം 14-ാം തീയതി സന്തോഷവും വിരുന്നുമുള്ള ദിവസം ഉത്സവ ദിവസമായിട്ട് ആചരിക്കുകയും തമ്മിൽ സമ്മാനങ്ങളെ കൊടുത്തുവിടുകയും ചെയ്തു. തമ്മിൽ സമ്മാനങ്ങളെ കൊടുക്കുന്ന ഒരു സംഘബോധം. അത് മാത്രമല്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വാക്യം അതിന് മുകളിലത്തേത് എന്താ? മതിലില്ലാത്ത പട്ടണങ്ങളിൽ പാർക്കുന്ന നാട്ടുംപുറങ്ങളിലെ യഹൂദന്മാർ. അവർ താമസിക്കുന്നത് പട്ടണങ്ങളിലാണ്, പക്ഷേ മതിലുകളില്ല. വീടിനും മതില് പണിതു, പക്ഷെ ഹൃദയത്തിന് മതില് പണിയരുത്. പട്ടണങ്ങളിൽ പാർത്തോ, പക്ഷെ നാട്ടിൻ പുറത്തിന്റെ സന്മനസ് നഷ്ടപ്പെടുത്തരുത്. അതാണ് എത്ര മനോഹരമായ വാക്ക. മതിലുകളില്ലാത്ത പട്ടണങ്ങളിൽ പാർക്കുന്ന നാട്ടിൻ പുറങ്ങളിലെ യഹൂദന്മാർ. പിന്നീട് വീണ്ടും പറയുന്നുണ്ട് 9:21. അവയെ വിരുന്നും സന്തോഷമുള്ള നാളുകളും തമ്മിൽ സമ്മാനങ്ങളും ദരിദ്രന്മാർക്കും ദാനധർമ്മങ്ങളും കൊടുക്കുന്ന നാളുകളുമായി ആചരിക്കണം. സമ്മാനം കൊടുക്കുന്ന നാളുകൾ, ദരിദ്രരെയും ബലഹീനരെയും താങ്ങുന്ന നാളുകളായിട്ട്. അപ്പം എല്ലാ ആഘോഷങ്ങൾക്കും ഒരു സാമൂഹ്യ മാനമുണ്ടായിരിക്കണം. അല്ലാതെ വെറും ചടങ്ങായി ചില ആഘോഷങ്ങൾ നടത്തുകയല്ല, അതിൻ്റെ പിന്നെ ഒരു സാമൂഹ്യ മാനം, ഒരു സംഘബോധം അവർക്കുണ്ടായിരുന്നു. യഹൂദന്മാർക്ക് സത്വബോധമുണ്ടായിരുന്നു, സംഘബോധമുണ്ടായിരുന്നു, കൂടാതെ ഒരു നീതിബോധം അല്ലെങ്കിൽ ധാർമ്മിക ബോധമുണ്ടായിരുന്നു. 9-ാമത്തെ അധ്യായത്തിൽ 3 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നൊരു വാക്യമുണ്ട്. 11, 15, 17 വാക്യങ്ങൾ. എങ്കിലും കവർച്ചയ്ക്ക് അവർ കൈനീട്ടിയില്ല. എങ്കിലും കവർച്ചയ്ക്ക് അവർ കൈനീട്ടിയില്ല. ഹാമാനെയും കുടുംബത്തെയും ശത്രുക്കളെ മുഴുവൻ അവർ നശിപ്പിച്ചതാണ്. എന്ത് വേണമെങ്കിലും അവർക്ക് കവർച്ച ചെയ്യാം. പക്ഷെ എടുത്തെടുത്ത് 3 പ്രാവശ്യം പറയുകയാണ്, എങ്കിലും കവർച്ചയ്ക്ക് അവർ കൈനീട്ടിയില്ല. കവർച്ച നടത്തിയിരുന്നു എങ്കിൽ അവർക്ക് സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടാകുമായിരുന്നില്ല. തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൂരീം പെരുന്നാൾ ആഘോഷിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ഇതാണ് യഹൂദന്മാരുടെ പാരമ്പര്യം. അവരുടെ പിതാവായ അബ്രഹാം പണിച്ചു കൊടുത്ത മാതൃകയാണ്.
നമുക്കറിയാം അബ്രഹാമിൻ്റെ അനുഭവം. സോദോം രാജാവുമായുള്ള ബന്ധത്തിൽ അബ്രഹാം പറയുന്നത് ഉൽപ്പത്തി 14:22 നമുക്കറിയാവുന്നതാണ്. അതിന് അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നീ പറയാതിരിപ്പാൻ ഒരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്ക് യാതൊന്നും എടുക്കുകയില്ല എന്ന് ഞാൻ സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ അത്യുന്നതനായ യഹോവയെങ്കിലേക്ക് കൈയുയർത്തി സത്യം ചെയ്യുന്നു. സോദോം രാജാവിൻ്റെ എല്ലാം മുമ്പ് വെച്ച് നീട്ടിയതാ. അവൻ പറയുന്നു, നീ എന്നെ സമ്പന്നനാക്കി എന്ന് പറയാതിരിപ്പാൻ നീ ഒരു ചെരുപ്പ് വറുപോലുമോ ഞാൻ എടുക്കുകയില്ല. നാം ഇന്ന് കവർച്ചയ്ക്ക് കൈനീട്ടുന്നില്ലായിരിക്കാം, പക്ഷേ നമുക്ക് അർഹതയില്ലാത്തതിന് കൈനീട്ടുന്നത് കവർച്ചയാണ്. കൈക്കൂലി വാങ്ങുന്നത് കവർച്ചയാണ്. പൊതുപരിപാടികൾക്ക് പ്രവർത്തിച്ച ശേഷം അതിൽ നിന്ന് കമ്മീഷൻ അടിക്കുന്നത് കവർച്ചയാണ്. കവർച്ചയ്ക്ക് കൈനീട്ടിയില്ല എന്ന് നമ്മെക്കുറിച്ച് പറയാനിടയായി തീരണം. അങ്ങനെയുള്ള മാർത്തോമാക്കാരായി നമുക്ക് തീരണം. ലോകം നമ്മെക്കുറിച്ച് പറയണം, അവർ കവർച്ചയ്ക്ക് കൈനീട്ടുന്നവരല്ല, അവർ കൈക്കൂലിക്ക് കൈനീട്ടുന്നവരല്ല, കമ്മീഷൻ അടിക്കാൻ നിൽക്കുന്നവരല്ല, അവർ സത്യസന്ധരാണ്. അങ്ങനെ ഒരു പറ്റം ആളുകളായിട്ട് നമുക്ക് തീരുവാനായിട്ട് സാധിക്കണം. യഹൂദന്മാർക്ക് ഈ വിടുതൽ കിട്ടി. അവർക്ക് സംഘബോധമുണ്ടായിരുന്നു, സത്വബോധമുണ്ടായിരുന്നു, നീതിബോധമുണ്ടായിരുന്നു. ഇത് മൂന്നും നമുക്കും ഉണ്ടാവണം. നമുക്ക് സത്വബോധം വേണം. ഞാൻ ആരാണ്? മാർത്തോമാക്കാരനാണ്, നവീകരിക്കപ്പെട്ട സഭയിലെ അംഗമാണ്. ആ ഒരു ബോധ്യം എവിടെയായിരുന്നാലും ആ ബോധ്യം ഉണ്ടാവണം. നമുക്കൊരു സംഘബോധം ഉണ്ടാവണം. ബലഹീനനെ താങ്ങുന്ന, ഒന്നിച്ചു പോകുന്ന, മതിലുകളില്ലാത്ത ഹൃദയങ്ങളുമായി ജീവിക്കുന്നവരായി നമുക്ക് തീരണം. നമുക്ക് നീതിബോധം വേണം. അർഹതയില്ലാത്തതിന് കൈനീട്ടരുത്. യഹൂദ ജനതയെ ദൈവം രക്ഷിച്ചു. മൊർദെഖായും എസ്തേറും ആയുധങ്ങളായി പ്രവർത്തിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഈ ലോകത്തെ രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ഉപകരണങ്ങളായിരിക്കാൻ നമ്മെ വിളിച്ചിരിക്കുക. ദൈവം രക്ഷിക്കും, സംശയമില്ല. പക്ഷേ മൊർദെഖായിയെ പോലെ, എസ്തേറിനെ പോലെ ദൈവത്തോടൊപ്പം പ്രവർത്തിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. അന്യദേശത്ത് പാർക്കുന്ന അജനത്തിൻ്റെ അവസ്ഥ എന്താണ്? യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. ഇത് കണ്ട് അനേകർ യഹൂദന്മാരായി തീർന്നു. പ്രിയരെ, നമുക്ക് പ്രകാശവും ആനന്ദവും സന്തോഷവും ബഹുമാനവും ഉണ്ടാവണം. നമ്മുടെ ജീവിതം കണ്ട്, നമ്മുടെ ദർശനം കണ്ട് മറ്റുള്ളവർ ദൈവത്തെ അറിയണം. മൊർദെഖായിയെ പോലെ ദർശനമുള്ളവരായി ജീവിച്ച് തലമുറയെ നമുക്ക് പ്രവർത്തന സജ്ജമാക്കാം. നാശത്തിൻ്റെ വക്കിൽ നിന്നും ഈ ലോകത്തെ, ഈ സഭയെ നമുക്ക് രക്ഷിക്കാം. നാം ധൈര്യമായി ഇറങ്ങിയാൽ സാധിക്കും. മൊർദെഖായി, എസ്തേർ, ആ രണ്ടുപേരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി അതേ അവർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. നമുക്കത് ഉണ്ടാവണം. അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടവരായിട്ട് നമുക്ക് മടങ്ങിപ്പോകാം. മൊർദെഖായിയെ പോലെ മഹാന്മാരായി നമുക്ക് ജീവിക്കാം. മഹത്വ വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. മഹത്വത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാം. നിരണം മാരാമൺ ഭദ്രാസനത്തിലെ ഓരോ വ്യക്തിയും മഹാന്മാരായി തീരണം. നമ്മൾ വന്നപ്പോൾ സാധാരണക്കാരായിട്ടാണ് വന്നത്. ഇന്നും മടങ്ങിപ്പോകുന്നത് മഹാന്മാരായി, മഹതികളായി മടങ്ങിപ്പോകണം. അതാണ് ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. വെറും സാധാരണക്കാരായി ഇവിടെ ജീവിക്കാനല്ല, മഹാന്മാരായി, മഹതികളായി മടങ്ങിപ്പോകണം. മഹത്വത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയരെ, നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് നന്നായി പരിപാലിക്കണം. നമ്മുടെ രാഷ്ട്രത്തെ നമുക്ക് സ്നേഹിക്കാനായിട്ട് കഴിയണം. നമ്മുടെ തലമുറകളെ പ്രചോദിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഒരു ജനതയുടെ വിമോചനത്തിനു വേണ്ടി മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുവാൻ അവരെ സജ്ജരാക്കാൻ നമുക്ക് കഴിയണം. മൊർദെഖായിയെക്കുറിച്ച് പറയുക, സഹോദര സംഘത്തിന് ഇഷ്ടൻ, സഹോദരങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരായി നമുക്ക് തീരാം. നമ്മുടെ സഹോദരങ്ങൾ നമ്മെ ഇഷ്ടപ്പെടുന്നുണ്ടോ? നാം അവരെ ഇഷ്ടപ്പെടുന്നുണ്ടോ? സ്വജനത്തിന് ഗുണകാംക്ഷികൾ. നമ്മുടെ ജാതിക്ക്, നമ്മുടെ സമൂഹത്തിന് ഗുണമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുക. സകല വംശത്തിനും അനുകൂലവാദികളായി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കാം.
മോർദ്ദെഖ്യ പോലെ മഹാന്മാരായി മഹതികളായി നമുക്ക് ജീവിക്കാം. ഈ വർഷത്തെ ഭദ്രാസന കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ നാം സാധാരണക്കാരായിട്ടാണ് ഇവിടെ വന്നതെങ്കിൽ മടങ്ങിപ്പോകുന്നത് മഹാന്മാരായി മഹതികളായി മടങ്ങിപ്പോകണം. മഹത്വകരമായ ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.